ശബരിമല യുവതീ പ്രവേശന പുനഃപരിശോധന ഹർജികൾ പരിശോധിക്കാൻ 9-അംഗ ഭരണഘടനാ ബെഞ്ചിനെ സഹായിക്കാൻ 2 അമിക്കസ് ക്യൂറിമാർ കെ പരമേശ്വരനൊപ്പം അഡ്വക്കേറ്റ് ശിവം സിംഗിനെയും അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അവരുടെ ഈ ശബരിമല യുവതി പ്രവേശനവുമായ പുനഃപരിശോധനാ ഹർജികളിൽ നേരത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇനി എന്ന് ഈ ഹർജികൾ പരിഗണിക്കും, ഒപ്പം തന്നെ ഇതിലെ 9-അംഗ ബെഞ്ച് രൂപീകരിക്കുന്ന കാര്യവും അറിയിച്ചിരുന്നു. അതായത് ഇനി ഏപ്രിൽ 7 മുതലായിരിക്കും ഈ 9-അംഗ ബെഞ്ച് ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാദം കേൾക്കാനായി ഒരുങ്ങുക. അപ്പോൾ ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ചിനെ സഹായിക്കാൻ നിലവിൽ 2 അമിക്കസ് ക്യൂറിമാരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്നത്. കെ പരമേശ്വരനൊപ്പം അഡ്വക്കേറ്റ് ശിവം സിംഗിനെയും അമിക്കസ് ക്യൂറിയായി നിയോഗിച്ചിട്ടുണ്ട്. ഇവരായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ നൽകുക. ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുക. നിലവിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നേരത്തെ അറിയിച്ചത് ഏപ്രിൽ 21 ഈ അമിക്കസ് ക്യൂറിമാരുടെ റിപ്പോർട്ട് പരിശോധിക്കും എന്നുള്ളതാണ്. അതിനുശേഷം ഏപ്രിൽ 22 വാദം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. എന്തായാലും നിലവിൽ 2 അമിക്കസ് ക്യൂറിമാരെയാണ് വിഷയത്തിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ചിനെ സഹായിക്കാൻ നിയോഗിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.